നിങ്ങൾ +2 മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ടൈം ടേബിൾ ആര് എവിടെ എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം ആ രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ വന്നിരിക്കുന്നത്, അതായത് ആർക്കും വേണ്ടി പരീക്ഷ നടക്കുന്ന പോലെ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളെ മോഡൽ എക്സാം എഴുതാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഒരു സ്ട്രെസ് സമാധാനത്തിൽ നിങ്ങളെ മോഡൽ എക്സാം എഴുതാൻ കഴിയില്ല. കാരണം ആ രീതിയിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ടൈം ടേബിൾ കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആണ്, നിങ്ങൾ ഓക്കെ ആണോ, നിർബന്ധമായി നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എങ്ങനെയാണ് ഈ ടൈം ടേബിൾ നിങ്ങൾ നോക്കി കാണുന്നത്. കാരണം ആദ്യ പരീക്ഷ 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ, 17, 18, 19, 20, 21, 4-5 ദിവസങ്ങളുടെ ഒരു പരീക്ഷ മൊത്തം അടിച്ച് പൊളിച്ച് തീർക്കുകയാണ്. അതുപോലെ ഒരു ദിവസം 2 പരീക്ഷ നടക്കുന്നത്. ആദ്യ പരീക്ഷ മോർണിംഗ് ആണ്, ഫോർനൂൺ മൺഡേ സോഷ്യോളജിയാണ്. ആദ്യ പരീക്ഷ ഹ്യൂമാനിറ്റീസ് ശ്രദ്ധിച്ചോ, സോഷ്യോളജിയാണ്. ഉച്ചയ്ക്ക് ശേഷം അതേ ദിവസം 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ ആഫ്റ്റർനൂൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് 18-ാം തീയതി ആണെങ്കിൽ ഫോർനൂൺ നടക്കാൻ വേണ്ടി പോകുന്നത് മാത്സ് ആണ്. 18-ാം തീയതി ആഫ്റ്റർനൂൺ നടക്കാൻ വേണ്ടി പോകുന്ന ഏതാണ്? എക്കണോമിക്സ് ആണ്. ഇനി വീണ്ടും 19-ാം തീയതിയാണ്. 19-ാം തീയതി ഫോർനൂൺ നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ ജോഗ്രഫിയും അക്കൗണ്ടൻസിയുമാണ്. ഹ്യൂമാനിറ്റീസുകാർക്ക് അല്ലെങ്കിൽ എന്താണ് പിന്നെ കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി നടക്കാൻ വേണ്ടി പോകുന്നത് ജോഗ്രഫി ഉണ്ട്. അതുപോലെ 19-ാം തീയതി അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ പൊളിറ്റിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ തലേ ദിവസം ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി നടക്കുക അല്ലേ. അതുപോലെ തന്നെ ഇനി 20-ാം തീയതി ഫോറിനർ നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ ഇംഗ്ലീഷാണ്. അന്ന് ഉച്ചശേഷം നടക്കാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. ഹിന്ദി, മലയാളം, അറബി, സംസ്കൃതമൊക്കെയാണ് അന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു ദിവസം ലാംഗ്വേജ് മൊത്തം ഒരു ദിവസം അടിച്ചു പൊളിച്ച് തീർക്കുക. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചശേഷം സെക്കൻഡ് ലാംഗ്വേജ്. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ശ്രദ്ധിച്ചോ. ഇനി ഏറ്റവും അവസാനം 21-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന ഫോർനൂൺ നടക്കാൻ വേണ്ടി പോകുന്ന ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ ഹിസ്റ്ററിയുമാണ്. അതുപോലെ തന്നെ ഫോർനൂൺ മോർണിംഗ് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ ഹിസ്റ്ററിയും അതുപോലെ തന്നെ കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസുമാണ്. വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിട്ടാണ് എനിക്കിതിനെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നി? നിങ്ങൾ താഴെ നിർബന്ധം കമന്റ് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാരണം ഈ ശരിക്കും നമ്മൾ ജനുവരി അങ്ങ് കഴിഞ്ഞ് വെക്കേഷനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വരികയായിരുന്നു. മോഡൽ എക്സാം വരാൻ വേണ്ടി തുടങ്ങി. ഇനി റിലാക്സ് ചെയ്യാൻ സമയമൊന്നുമില്ല. നിങ്ങൾ +2കാരാണ്. ബേസിക്കലി നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രം അടുത്ത വർഷം അഡ്മിഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. അപ്പോൾ ആദ്യമായി നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഈ ടൈം മോഡൽ, നിങ്ങൾ ഈ പറഞ്ഞ ടൈം ടേബിൾ നിങ്ങൾ ഓക്കെ ആണോ, ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ബൈ ദ വൈ, താങ്ക് യു.